സിനിമയിൽ പിടിമുറുക്കാൻ സംഘപരിവാർ നീക്കം. സിനിമാ മേഖലയിൽ പ്രത്യയശാസ്ത്ര സ്വാധീനം ഉറപ്പിക്കാൻ RSS തയ്യാറെടുക്കുന്നു. RSSന്റെ 100ാം വാർഷികത്തിന് മുന്നോടിയായി വിപുലമായ സിനിമാ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. RSS ആശയം സമൂഹം ഏറ്റെടുത്തതിന്റെ ഭാഗമായുള്ള പരിവർത്തനമാണ് സിനിമാ മേഖലയിൽ കാണുന്നതെന്ന് മുതിർന്ന RSS പ്രചാരകനും പ്രജ്ഞ പ്രവാഹ് ദേശീയ സംയോജകനുമായ G. നന്ദകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. ദാവൂദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള അധോലോക സംഘം ഇന്ത്യൻ സിനിമയെ കൈപ്പിടിയിലൊതുക്കിയിരുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയ J. നന്ദകുമാർ കേരളത്തിലെ സിനിമയും ഒരു പ്രത്യേക ഗ്യാങ് നിയന്ത്രിച്ച കാര്യവും എടുത്തു പറഞ്ഞു. പക്ഷെ പിൽക്കാലത്ത് കുറെ കൂടെ മുന്നോട്ട് വരുമ്പോൾ സിനിമാ മേഖലയെ അപ്പാടെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ കയ്യിലടക്കി. അതും നമ്മുടെ ചരിത്രം തന്നെയാണ്. പ്രത്യേകിച്ച് ദാവൂദ് ഇബ്രാഹിമിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ അധോലോക സംഘം വൻതോതിൽ പണമൊഴുക്കി സിനിമാ മേഖലയെ അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ഹിന്ദി സിനിമാ മേഖലയെ അങ്ങനെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കി. ഇപ്പം നമ്മുടെ കേരളത്തിലെയും സ്ഥിതി നമുക്കറിയാം. തമാശ രൂപത്തിലായാലും ആളുകൾ പറയുന്നു ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് ആ ഗ്യാങ് കേരളത്തിൻ്റെ സിനിമയെ കയ്യിലെടുത്തു എന്ന്. സിനിമയിൽ വരുന്ന മാറ്റത്തിന്റെ പ്രതീകമായി ദേശീയത പറയുന്ന നിരവധി സിനിമകൾ അദ്ദേഹം എടുത്തുകാട്ടി. ദേശാഭിമാനത്തെ ഉണർത്തുന്ന, ഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, മറന്നുപോയ, പാടിപ്പുകഴ്ത്താൻ നമ്മൾ വിട്ടുപോയ മഹാന്മാരെക്കുറിച്ച് വീണ്ടും ജനങ്ങൾ അറിയണം എന്ന ബോധ്യത്തോടു കൂടി സിനിമാ രംഗത്തെ യഥാർത്ഥ കലാകാരന്മാർ മുന്നിട്ട് വരികയാണ്. അതിൻ്റെ ഫലമാണ് താനാജി ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് പുറത്തു വന്നു. അതുകൊണ്ടാണ് ഉറി ഇപ്പോൾ സത്യത്തിൽ ഭാരതത്തിൻ്റെ ആ ഒരു തരത്തിലുള്ള ആക്ഷൻ വിദേശത്ത് പോയി നടത്തിയ ഒരർത്ഥത്തിലുള്ള തിരിച്ചടിയുടെ ആ ചിത്രം ഒരാളും അറിയപ്പെടാതെ പോകുമായിരുന്നു. പക്ഷെ ഉറി എന്ന ആ സിനിമയിലൂടെ അത് ജനങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായി. കേരള സ്റ്റോറിയെക്കുറിച്ചും കാശ്മീർ ഫയൽസിനെക്കുറിച്ചും താഷ്കന്റ് ഫയൽസിനെക്കുറിച്ചും പറഞ്ഞ J. നന്ദകുമാർ ബസ്തർ, ഏക് നക്സൽ സ്റ്റോറി, ഡൽഹി ഫയൽസ് അടക്കം നിരവധി ചിത്രങ്ങൾ അണിയറയിൽ തയ്യാറാക്കുന്നതായി പറഞ്ഞു. കേരളത്തിൽ വൻതോതിൽ നടന്നുകൊണ്ടിരുന്ന ലവ് ജിഹാദിനെ കുറിച്ച് ഒരാളും ചർച്ച ചെയ്യാതിരുന്ന ആ വിഷയം ജനമനസ്സുകളിലേക്ക്, ലോക സിനിമാ പ്രേമികളുടെ മുന്നിലേക്ക് പോലും എത്തിക്കത്തക്ക വിധത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമ കേരള സ്റ്റോറി പുറത്തു വന്നു. കാശ്മീരിൻ്റെ ചരിത്രം ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയായിരുന്നു. യഥാർത്ഥ ചരിത്രം എന്ത് എന്ന് നമ്മളെല്ലാം കേട്ടു പഴകിയ ഒരു ചരിത്രം കാശ്മീരിയത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ കാശ്മീരിലെ മുസ്ലിങ്ങളുടെ പ്രത്യേക അവകാശത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കാശ്മീർ ഫയൽസിലൂടെ യഥാർത്ഥത്തിൽ കാശ്മീരിൽ എന്താ നടക്കുന്നത് എന്ന്. താഷ്കന്റ് ഫയൽസ്, ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്താണ് സംഭവിച്ചത്, ആരാണ് അതിന് ഗൂഢാലോചന നടത്തിയത്, ഡൽഹി വാഴുന്ന ചില ആധുനിക സുൽത്താൻമാരുടെ പ്രവർത്തന ഫലമായിട്ട് എങ്ങനെയാണ് ഭാരതത്തിൻ്റെ താല്പര്യം ബലികഴിക്കപ്പെട്ടിരുന്നത്, അതിനെതിരായി പൊരുതാൻ ഉറച്ചു മുന്നിട്ടിറങ്ങിയതിൻ്റെ പേരിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എങ്ങനെയാണ് ധീര രക്തസാക്ഷിയായി മാറിയത്, ഈ ചരിത്രമൊക്കെ നമ്മൾ കാണുകയാണ്. ദേശഭക്തരായ സിനിമാ പ്രവർത്തകരെ ആ മേഖലയിൽ കാണാൻ കഴിയുന്നെന്നും ഈ മുന്നേറ്റം ആശ്വാസകരമാണെന്നും സന്തോഷകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീണ്ടും മനസ്സിലാക്കുന്നത്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പലരുമായി സംവദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദേശഭക്തരായ സിനിമാ നിർമ്മാതാക്കളും സംവിധായകന്മാരും മറ്റു പല പ്രോജക്ട്സുമായിട്ട് ജനങ്ങൾ അറിയേണ്ട വസ്തുതകളുമായിട്ട് മുന്നിട്ടിറങ്ങിയാണ്. ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചു, ബസ്തർ എന്ന പേരുള്ളൊരു സിനിമയുടെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് പുരോഗമിക്കുകയാണ്. കേരള സ്റ്റോറി എടുത്ത സുദീപ് തോസനും വിപുൽ ഭായ് ഷായും തന്നെയാണ്, ആ കൂട്ടുകെട്ട് തന്നെയാണ് പുതിയ സിനിമയായിട്ട് രംഗത്തിറക്കുന്നത്, ബസ്തർ ഏക് നക്സൽ സ്റ്റോറി എന്ന പേരിൽ. നിരവധി സിനിമകളും സീരീസും തിയേറ്ററിലും OTT-യിലുമായെത്തും. പ്രമുഖരായ സംവിധായകരടക്കം ചലച്ചിത്ര പ്രവർത്തകരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. കുളച്ചൽ യുദ്ധം, ഇന്ത്യ വിഭജനം എന്നിവ പ്രമേയമായ ചിത്രങ്ങളും ഒരുങ്ങുന്നു എന്നാണ് വിവരം. സിനിമാ സാംസ്കാരിക മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സ്വാധീനം ഒഴിവാക്കാൻ കൂട്ടായ്മയ്ക്കടക്കം രൂപം നൽകുന്നതിന് സിനിമാ പ്രവർത്തകരും തയ്യാറെടുക്കുന്നതായാണ് വിവരം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.